ഹലോ ഗായ്സ്, രാജീവ് വ്ളോഗിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗുണപാഠത്തിൻ്റെ ഒരു കഥ ബുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഞാനൊരു എന്താ പറയുക, ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതായത് സമയം കണ്ടെത്തി മിണ്ടിയിരുന്നവരൊക്കെ ഇപ്പോൾ കാരണം കണ്ടെത്തി ഒഴിവാക്കുകയാണ്. എന്താണ് കാരണം എന്ന് ഓർക്കറിയാം. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്താ വെച്ചാൽ ബന്ധങ്ങൾ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല. എന്താണ് പറഞ്ഞത്? ബന്ധങ്ങൾ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല. അത് നിലനിർത്താനാണ് പ്രയാസം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തുക. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തിക്കാണ്ട് അവരോട് സലാം പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുക. പിന്നെന്താ വെച്ചാൽ, പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. പല തുള്ളി പെരുവെള്ളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അതാലോചിച്ചാൽ മതി. ഓക്കെ, ഒരാളുടെ വാക്ക് കേട്ട് ഒരാളെ ഒരിക്കലും വിലയിരുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അനുഭവം ഗുരുവാണല്ലോ. ഞാൻ കുറേ അനുഭവിച്ചതാണ്. 26 വയസ്സായില്ലേ. അപ്പോൾ അങ്ങനെ. പിന്നെന്താ വെച്ചാൽ, ദൈവത്തിൽ വരമേൽപ്പിക്കുക. എന്ത് സംഭവിച്ചാലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം മനസ്സിലെപ്പോഴും വേണം. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരിൽ നിന്നും ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കരുത്. എന്തെന്നാൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികത തെറ്റും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. എങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ദൈവം നിങ്ങളോടും കരുണ കാണിക്കും. അത് നബി പറഞ്ഞാണ്. അതുപോലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നാം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത് ഇസ്ലാമികമല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാം, എന്താവാം. എന്താണ് നിങ്ങളുടെ ചോയ്സ്, അത് ഞങ്ങൾക്ക് കൂട്ടം നിൽക്കണം.